ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ കുണ്ടത് ഗുരുവായൂരാണ്. പിന്നെ എന്താ മരിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ആണ്ടിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഗൈസ്, അവർക്ക് നമ്മൾ വണ്ടിയുടെ അടുത്ത് പോയിട്ടാ. ഗൈസ്, വണ്ടിയുടെ അപ്പുറത്ത് ചെറിയ പാർക്കുണ്ട്. അവിടെ തന്നെ ബിൽഡിങ് മറ്റേ സ്റ്റേയിങ് ഇല്ലേ, മറ്റേ ഫ്ലാറ്റ് ആ സംഭവമാണ്. ഇവിടെ ഞാൻ ഒരു ഇത് കണ്ട് പാർക്ക്, ചെറിയ പാർക്കാണ് കുട്ടികളത്. അത് നമുക്ക് അങ്ങോട്ട് പോകട്ടോ ഗൈസ്. അവിടെ എന്തോ കളിക്കാനൊക്കെ എന്തോ ഗൈസ്. അപ്പോൾ ഇവിടെ കണ്ടാൽ നല്ല വ്യൂ പോയിന്റ് ഉണ്ട്, കണ്ട. ഓക്കെ, അപ്പോൾ ഗൈസ് ഗൈസ് എത്തി. ഗൈസ് കണ്ടോ, ഞാൻ ഇരുന്ന് ആദ്യമാണ് ഇവിടെ ആലോചിച്ചു വീടെടുത്താലോ. അപ്പോൾ ഇവിടെ വന്നിരുന്ന് ആട്ടൊക്കെ അടിക്കാൻ ഞാൻ പോയിരുന്നു. ഇത്ര നേരം ഓടിയിരുന്നേന്ന് ഞാൻ മൊബൈലെടുത്തു. ഇങ്ങനെ നിന്നാലും കരുതുന്ന ഓടും, പ്രശ്നമാണ്. പിന്നെ പറയാനുള്ളത്, സബ്സ്ക്രൈബേഴ്സ് ആദ്യം 12 ഉണ്ടായിരുന്നു, ഇപ്പോൾ 11 ഉണ്ടായിരുന്നു. ആദ്യം 12, 11, എന്നിട്ടിപ്പോൾ 10 ആയിരിക്കുന്നു. നമ്മളെ അക്കൗണ്ട് ബാനായി പോയതാണ്, എന്താണെന്നറിയില്ല. ഗൈസ് തിരിച്ചു വരും. വൺ ഡേ ദാറ്റ് അക്കൗണ്ട് ഈസ് കം. ഗൈസ് 13 ദിവസം കൂടി ഉണ്ട്. ഞാൻ ഇന്നലെ അടിച്ചപ്പോൾ കണ്ടത്. ഇന്ന് ഞാൻ ഒന്ന് അടിച്ചു നോക്കട്ടെ. ഗൈസ് കിട്ടാൻ അൽഹംദുലില്ലാ എന്ന് പറയാം. കിട്ടില്ലെങ്കിൽ ഇതായിട്ട് തന്നെ പോകാമെന്ന് ആഗ്രഹം. മറ്റേ അക്കൗണ്ടിലേക്ക് എത്ര 535 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഒക്കെ പോയി. ഈ 10 വെച്ചിട്ട് ഞാൻ നടക്കുന്നത് പ്ലീസ്. പിന്നെ നിയമങ്ങളൊക്കെ ഉണ്ട്. 16 വയസ്സിൻ്റെ അടിയിലേക്ക് സ്ട്രീം അങ്ങനത്തെ ഒന്നും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. യൂട്യൂബ് ചാനലിൽ മറ്റേ സ്ട്രീം ഇടാൻ പറ്റും, പക്ഷേ അതിന് നമ്മൾ സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ട് തൊപ്പിയുടെ വീഡിയോയിൽ കണ്ടില്ലേ, എഡിറ്റിങ്ങിൻ്റെ സ്ട്രീമിൻ്റെ യൂട്യൂബിനെ കുറിച്ചിട്ടല്ലാതെ അറിയണതാണ്. അങ്ങനത്തെ ഒരാൾ വേണം. പിന്നെ മറ്റെന്തോരുടെ വീഡിയോസില്ലേ കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇടരുത്, അങ്ങനത്തെ ഒക്കെ കുറേ നിയമങ്ങളുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് നമുക്ക് 16 വയസ്സായിട്ടില്ല, നമുക്കൊരു 12 വയസ്സ് ആവണം. ഞാനും യൂട്യൂബ് ചാനൽ നിർത്തേണ്ടി വരും എന്നൊക്കെ സംശയമുണ്ട്. എന്താ പറയുക, നമ്മളൊന്ന് വരും. ഇപ്പോൾ ട്രെൻഡ് ആയിട്ടുണ്ടോ മ്യൂസിക്കുകൾ അവിടെ കേട്ടിട്ടുണ്ടാവും. ഇപ്പോഴത്തെ മ്യൂസിക്കുകളൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ട്. നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനെ വരുന്നുണ്ടല്ലോ കുറേ സ്ഥലങ്ങൾ. ഹൈലൈറ്റ് മാൾ ഇല്ലേ തൃശ്ശൂർ, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ്, അവിടെയൊക്കെ നല്ല തട്ടുകട എന്ന് പറഞ്ഞാൽ മറ്റേ ചാനലിലിട്ടുണ്ടായിരുന്നു. അതിലുണ്ടവർക്ക് ചിലപ്പോൾ അറിയാവും, ഇല്ലാത്തവർക്ക് അറിയില്ല. അവിടെ സ്പെഷ്യൽ സാധനങ്ങളും. പിന്നെ നമ്മളെ വെമ്പേനാട്, തൃശ്ശൂർ വെമ്പേനാട്, അവിടെ ഒരു കഫ തുടങ്ങിയതൊക്കെ ഞാൻ അതിലിട്ടുണ്ടായിരുന്നു. അതിലുണ്ടവർക്ക് അറിയും, അല്ലാത്തവർക്ക് അറിയില്ല. പിന്നെ എന്താ പറയേണ്ടത് അറിയില്ല. നമ്മളൊരു ഫുട്ബോളിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതിലൊന്നും വ്യൂസ് പോരാ. ഇനി ഒന്നത്തിൽ മാത്രമേ വ്യൂസ് കിട്ടിയിട്ടുള്ളൂ. എനിക്കെന്തോ പറയാനുള്ളത്, മാത്രക്ക് നല്ല വ്യൂസ് ഉണ്ട്, വേറെ ഒന്നും വ്യൂസില്ലല്ലോ. വാട്ട് ഈസ് ദാറ്റ് വൺ ഗൈസ്? ഇല്ല, ഈ സ്ട്രീം നടത്തണമെങ്കിൽ ലൈവ് അറിയാത്തൊരു ലൈവ് ഞാൻ പറയുന്നത്, ലൈവ് നടത്തണമെങ്കിൽ 50 സബ്സ്ക്രൈബേഴ്സെങ്കിലും വേണം, എന്നാലാണ് എനിക്ക് ലൈവ് നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ലൈവ് നടത്താൻ പറ്റില്ല. പിന്നെ പ്രശ്നങ്ങൾ നമ്മളെന്നെ കമൻ്റ് ഇടാ ആരുമില്ല നമുക്ക് ഗൈസ്. കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളെ വയനാട് അതിനൊക്കെ വീഡിയോട്ടുണ്ട്, എല്ലാവരും കമൻ്റ് ആയി വയനാടൻ കൊടുക്കണം. എല്ലാവരും കരയണ ഇമോഷായിട്ടാണ്.
അവർ പറഞ്ഞില്ലേ പുതിയ വണ്ടി ഇറക്കണ്ടെന്ന്, ഒരാഴ്ച പിടിക്കുന്നു എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വീടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇപ്പോൾ എനിക്ക് അക്കൗണ്ട് ബാനായി. ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായത് എന്താണെന്ന് അറിയും, വീട്ടിൽ ഫുൾ സെറ്റപ്പ് ആയിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ കാരണം അവിടെ ടി വി വെച്ചിട്ടുണ്ട്. അവിടെ ടി വി വെച്ചപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി മറ്റേതായിരുന്നു ആദ്യത്തെ അക്കൗണ്ട് ഉണ്ടാകുന്നത്. അതല്ല ഞാൻ ഇപ്പോൾ ഉപ്പാടെ അക്കൗണ്ട് എടുത്തിരിക്കുന്നു, ഗൂഗിൾ അക്കൗണ്ട്. അപ്പോൾ അതിൽ പ്രശ്നം ഉപ്പ ടി വിയിലും ആ അക്കൗണ്ട് എടുത്തു. അപ്പോൾ എനിക്ക് ഒന്നും ഇതാക്കാൻ പറ്റില്ല. ടി വിയിൽ യൂട്യൂബ് വെച്ചാൽ ഒന്നും ആക്കാൻ പറ്റില്ല. ചില സമയത്ത് ആക്കാൻ പറ്റും. ഇന്നലെ അതുണ്ട്, ഇന്നലെ ആക്കാൻ പറ്റി കുറച്ച് സമയം, കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. നമുക്കിപ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ആയതുകൊണ്ടല്ലേ എനിക്ക് പോകാൻ തോന്നില്ല. സുഖം രസിച്ചിരിക്കണം. ഇവിടെ രാത്രിയാണ് കൂളായിട്ടിരിക്കണം. കുറേ ഉണ്ട് ബാഗിൽ തന്നെ ഇട്ട് തന്നെ കയറാനൊരു താല്പര്യമില്ല. ഇനി ഇത് കഴിഞ്ഞിട്ടെന്താ ഉപ്പപ്പാടെ വീടാ മുല്ലശ്ശേരി എന്നൊക്കെ പറഞ്ഞു. ഉപ്പപ്പാടാണ് വേണ്ടി പോകുന്നത്. അങ്ങോട്ടൊക്കെ പോയി പിന്നെ വെല്ലാമൊന്നുമില്ല. ഇനി നാളെ ഉണ്ടാവും വണ്ടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. ഗൈസ് ഹോപ്പി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടാത്തൊരു ഡിസ്ലൈക്ക് ചെയ്യുക. വെറൈറ്റി വീഡിയോ വരാതെ ബൈ, സീ യു. ഗൈസ് ഇപ്പോൾ വിളിക്കണ്ട, എന്നാൽ പോട്ടെ.